പുത്രന്റെ രക്തത്താൽ നമ്മെ പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ദൈവക്രോധത്തിൽ നിന്നും വീണ്ടെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും എല്ലാവരെയും അറിയിക്കട്ടെ. കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ നമ്മെ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാക്കി തീർത്ത ദൈവത്തിൻ്റെ മഹാസ്നേഹം എത്രയോ വലുത്, ശ്രേഷ്ഠം. അതിൻ്റെ മുമ്പിൽ നമ്രശിരസ്കരായി നമ്മെ തന്നെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് ഇന്നലെ നാം പഠിച്ചതുപോലെ അവിഭജിതമായ വിധേയത്വത്തിൽ ക്രിസ്തുവിനോടുള്ള അമർത്യമായ സഖ്യതയിലും ജീവിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപയേകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ പഠിച്ചു വരികയാണല്ലോ. അതിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായി മുൻപ് പല പ്രാവശ്യം ചിന്തിച്ച കാര്യങ്ങളെ ഒന്നും കൂടെ ആവർത്തിച്ച് ചില ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉയർന്നതിനോടനുബന്ധിച്ച് പഠിച്ചു വരികയാണല്ലോ. എന്തേ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു രക്ഷ ഇത്ര വലിയ രക്ഷയാണെന്ന്. ആ ഇത്ര വലിയ രക്ഷയാകാനുള്ള ഒരു കാരണമായി നമ്മൾ പഠിച്ചത് ഇത് നിത്യരക്ഷയാണ് എന്നതാണ്. എന്നാൽ ആ നിത്യരക്ഷ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ, രക്ഷിക്കപ്പെട്ട ഒരാൾ പിന്മാറിപ്പോയാലും ദുരുപദേശത്തിലകപ്പെട്ടാലും അവൻ്റെ രക്ഷാനുഭവം നഷ്ടപ്പെടുകയില്ലേ? ഒരു ക്രിസ്തു വിശ്വാസിക്ക് പിന്മാറുവാൻ കഴിയുമോ? പിന്മാറ്റക്കാരന് മടങ്ങി വരുവാൻ സാധിക്കുമോ? എന്തൊക്കെ പാപം ചെയ്താലാണ് രക്ഷ നഷ്ടപ്പെടുക? ഏതറ്റം വരെ പാപത്തിൽ പോകുവാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ തിരുവചനത്തിൻ്റെ പ്രകാശത്തിൽ കാണുവാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടു, വേദപുസ്തകം അനുസരിച്ച് രക്ഷാനുഭവം പ്രാപിച്ച ഒരു ക്രിസ്തു വിശ്വാസിക്ക് അതേ അനുഭവങ്ങളിൽ തുടരുന്നിടത്തോളം കാലം ഒരിക്കലും താൻ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകുവാൻ കഴിയുകയില്ല. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു രക്ഷ നിത്യരക്ഷയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ കാലാവധി, അതിൻ്റെ വാലിഡിറ്റി നിത്യമാണ്. ഒരിക്കലും രക്ഷയുടെ മാറ്റു കുറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല, ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് രക്ഷയ്ക്കു വേണ്ടി യാതൊരു കാലത്തും വേറെ യാതൊന്നിൻ്റെയും യാതൊരുത്തൻ്റെയും ആവശ്യമില്ല. പഴയ നിയമകാലത്ത് മഹാപാപ പരിഹാര യാഗം 7-ാം മാസം 10-ാം തീയതി നടത്തി വന്ന മഹാപാപ പരിഹാര ദിവസത്തിലെ ഇസ്രായേലിൻ്റെ വാർഷിക ഉപവാസ അനുതാപ ദിവസത്തിലെ യാഗങ്ങളിലൂടെ നേടിയെടുക്കുന്ന പാപക്ഷമയ്ക്ക് 360 ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ മാത്രമേ
കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വർഷം വീണ്ടും അതുതന്നെ ആവർത്തിക്കണമായിരുന്നു. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ യാഗം വർഷാവർഷം പുതുക്കേണ്ടതില്ല, വർഷാവർഷം അർപ്പിക്കപ്പെടേണ്ടതില്ല. അതാണ് നിത്യരക്ഷ എന്നതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കി. എബ്രായ ലേഖനം 9ഉം 10ഉം ഒക്കെ അധ്യായങ്ങളിൽ ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിത്യരക്ഷ എന്നാൽ അർത്ഥം എന്താണ്, എന്തല്ല? പിന്നെ രക്ഷിക്കപ്പെട്ട ഒരാളിന്, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായ ഒരാളിന് രക്ഷ നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകുമോ? നമ്മൾ കണ്ടു, ഇല്ല. എന്നാൽ അത് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് വിഭാഗക്കാരൊക്കെ പറയുന്നത് പോലെ അല്ല എന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിന് നാം നോക്കിയത്, രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പിന്മാറുവാനായിട്ട് സാധിക്കുമോ? സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാം കണ്ടത്. ആ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളിന് പാപം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാപം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും പാപം ചെയ്യുക, അല്ലെ ചെയ്യുവാൻ കഴിയുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. വളരെ കഷ്ടപ്പെട്ട് മാത്രമേ, വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളിന് പാപം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് 1 യോഹന്നാൻ 3:9 അപ്പോസ്തലൻ പറഞ്ഞത്. അതിൻ്റെ മറ്റൊരർത്ഥം പാപം ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന അർത്ഥത്തിലും കൂടെയാണ്. അത്ര എളുപ്പമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് പാപം ചെയ്യുവാൻ താരതമ്യേന പ്രയാസം കൂടുതലാണ്. കാരണം ഉൾനട്ടതായ, ഉള്ളിൽ വസിക്കുന്നതായ വചനം നമ്മെ പാപത്തിൽ നിന്ന് വിലക്കിക്കൊണ്ടിരിക്കും, പാപത്തിൻ്റെ ബോധനം തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും. എന്നാൽ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിലക്കുകളെ മനഃപൂർവം ബലപ്രയോഗത്താൽ വേണ്ട എന്ന് വെച്ച് ഒരുവന് വേണമെങ്കിൽ മുൻപോട്ട് പാപം ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ്. അതാണ് സന്തുലിതമായ ഈ വിഷയത്തിലെ ആശയം, പഠനം. മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്തു വിശ്വാസിക്ക് പിന്മാറാൻ വേണമെങ്കിൽ സാധിക്കും. എന്നാൽ അത്ര എളുപ്പമല്ല. എന്നാലും ദൈവാത്മാവിനെ മനഃപൂർവം നിരസിച്ചും ദുഃഖിപ്പിച്ചും കൊണ്ട് ഒരുത്തന് പാപം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് എഫേസ്യർ 4:30 അപ്പോസ്തലൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. പിന്മാറിപ്പോയ ഒരുത്തനും മടങ്ങി വരാൻ സാധിക്കുമോ? സാധിക്കും. എന്നാൽ ഒരു വിശ്വാസത്യാഗിക്ക് അത് സാധ്യമല്ല എന്നുള്ളതും നമ്മൾ ഇന്നലെ സംക്ഷിപ്തമായിട്ട് കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ രാത്രി വരെ ചിന്തിച്ചത്. ഇന്നലെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സമയമില്ലായിരുന്നു. ഇന്നലെ വരെയുള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല എന്ന് മൗനത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ.
ശരി. ഇപ്പോൾ പിന്മാറ്റത്തെ നമ്മൾ രണ്ട് നിലകളിൽ അല്ലെങ്കിൽ രണ്ട് അർത്ഥങ്ങളിൽ മനസ്സിലാക്കി. ഒന്ന്, അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം എന്ന നിലയിൽ വിശ്വാസം വിട്ടുപോകുന്ന, കർത്താവിനെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ട്. ഓക്കെ, വിശ്വാസം വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അവരെയാണ് വിശ്വാസത്യാഗികളെന്നോ വിശ്വാസപാതകികളെന്നോ ഒക്കെ വിളിക്കുന്നത്. അത് പഥ്യോപദേശം വിട്ടുപോകുന്ന, ദൈവത്തെയും ക്രിസ്തുവിനെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവരും വേദപുസ്തക വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ അവരുടെ ഉപദേശങ്ങളെ സ്ഥാപിക്കും, ഈ കൾട്ടുകളിലേക്ക് പോകുന്നവർ. എന്നാൽ അവർ പലതരത്തിലുണ്ട്. തൃത്വ നിഷേധികൾ ആ കൂട്ടത്തിലുള്ളവരാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധികൾ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വ നിഷേധികൾ, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്ന് അംഗീകരിക്കാത്തവർ. യോഹന്നാനൊക്കെ ആ കാര്യങ്ങളെയാണ് ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദുരുപദേശങ്ങളുണ്ട്. യേശുനാമം, യഹോവ സാക്ഷികൾ, ശാബത്തുകാര്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ക്രൈസ്തവ ദുരുപദേശകർ, കൾട്ടുകളുണ്ട്. പിന്നെ ഈ കൾട്ടുകൾ, ഇതൊക്കെ പണ്ട് മുതലുള്ള പ്രധാനപ്പെട്ട ചില കൾട്ടുകളാണെന്നേ ഉള്ളൂ. ഇന്നൊക്കെയാണെങ്കിൽ അങ്ങ് തുരുതുരാ കുരുത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ദുരുപദേശങ്ങൾ. അതിനകത്തൊക്കെ പെടുന്നതാണ് സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ്, ആത്മവിവശത, വിശുദ്ധ ഛർദി, ഹോളി വോമിറ്റിംഗ്, പിന്നെ ഹോളി ബാർക്കിംഗ്, ഹോളി ലാഫിംഗ്, വിശുദ്ധ ചിരി, വിശുദ്ധ കൊര, എല്ലാത്തിനും വിശുദ്ധ എന്നും കൃപയെന്നും കൂടെ ഒക്കെ ചേർത്താൽ പിന്നെ അങ്ങ് സംഗതി കൂടുക. ഇപ്പം വേറെ ഒരെണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും. ധരിച്ചിരിക്കുന്ന ബെൽറ്റൂരി അടുത്തയാളിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴത്തേക്കിനും ആള് വിറച്ചും തുള്ളിയും താഴെ വീഴുന്നു. ബെൽറ്റ് ശുശ്രൂഷ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട ഒരെണ്ണമാണ്. അപ്പം ഇങ്ങനെ തെറ്റായ ഒത്തിരി ഉപദേശങ്ങളും ആചരണങ്ങളും കൂടിക്കൂടി വരുന്നു. പിന്നെ ഇനി കുറച്ചു നേരം നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. അപ്പോഴത്തേക്കിനും ഈ പറഞ്ഞുകൊണ്ടിരുന്നയാള് അന്യഭാഷയിലായി. കുറച്ചു നേരം അന്യഭാഷയിൽ പാടാം. അപ്പം ചില സഭകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വൈകുന്നേരത്ത് 7:30 തൊട്ട് 8:30 വരെ, അല്ലെങ്കിൽ രാവിലെ ഒരു സമയം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൂടുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടുകയാണ്. ആ 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ അന്യഭാഷയിൽ മാത്രമാണ് പ്രാർത്ഥിക്കുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ. അങ്ങനെ കൂടുന്ന സഭകളെ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരുപദേശങ്ങൾ ഇന്ന് വരുന്നുണ്ട്, പഥ്യോപദേശത്തിൽ നിന്നും മാറിപ്പോകുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരിക്കൽ ചിന്തിച്ചത്, വിശുദ്ധിയുടെ ഒന്നാമത്തെ തലം അല്ലെങ്കിൽ ഒന്നാമത്തെ മുഖം എന്ന് പറയുന്നത് ഡോക്ട്രൈനൽ പ്യൂരിറ്റിയാണ്, ഉപദേശപരമായ വിശുദ്ധി. ഇപ്പം നമുക്ക് വേണ്ടത്
ഒന്ന് ഉപദേശപരമായ വിശുദ്ധി, രണ്ട് ജീവിത വിശുദ്ധി. ഏറ്റവും പ്രധാനം ഇത് രണ്ടുമാണ്. കൂടാതെ കൂട്ടായ്മയിലെ വിശുദ്ധി, പിന്നെ വേണമെങ്കിൽ ശുശ്രൂഷയിലെ വിശുദ്ധി എന്നും കൂടെ നമുക്ക് ചേർക്കാം. എന്നാൽ ഒടുവിലത്തേത് രണ്ടും ഇല്ലെങ്കിലും ആദ്യത്തേത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്: ഉപദേശ വിശുദ്ധിയും ജീവിത വിശുദ്ധി. ഉപദേശ വിശുദ്ധിയിൽ നിന്നും വീണുപോകുന്നത് വെറും പിന്മാറ്റമല്ല, അത് അപ്പോസ്റ്റസിയാണ്, അത് വിശ്വാസത്യാഗമാണ്. എന്നാൽ ജീവിത വിശുദ്ധിയിലെ വീഴ്ച അത് പിന്മാറ്റമാണ്. അതിൽ ഒന്നാമത്തെ കൂട്ടർ വിശ്വാസപാതകികളായിട്ടുള്ളവർക്ക്, അപ്പോസ്റ്റേറ്റ്സിന് തിരികെ വരിക ക്വയറ്റ് ഇംപോസിബിൾ. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും നമ്മൾ ഇന്നലെ കണ്ടത്. അവരെ മടക്കി വരുത്തുക അസാധ്യമാകുന്നു എന്നാണ് പറഞ്ഞത്. അവരെന്താ ചെയ്യുന്നത്? അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്നവർ, ഉപദേശത്തിൽ നിന്നും വീണുപോകുന്നവർ, ദുരുപദേശങ്ങളിൽ അകപ്പെടുന്നവർ എന്താ അവർ ചെയ്യുന്നത്? 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുന്നു. അതുകൊണ്ടാണ് അവരെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയാത്തത്. ദൈവപുത്രനെ തങ്ങൾക്കായിട്ട് വീണ്ടും ക്രൂശിക്കുന്നു. ദൈവപുത്രന് ലോകാപവാദം വരുത്തുന്നു. അത് കർത്താവിനെ തള്ളിക്കളയുന്ന കാര്യമാണ്. അതുപോലെ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, മനഃപൂർവം പാപം ചെയ്താൽ പിന്നെ അവർക്ക് വേണ്ടി യാതൊരു വേറെ ഒരു ക്രൂശും, യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചതുപോലെ ഇനിയും ഒരു ക്രൂശ് മരണം, ഒരു യാഗം ശേഷിക്കുന്നില്ല. പിന്നെ എന്തു മാത്രമേ ഉള്ളൂ? ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിത്യ നരകം മാത്രമേ അവർക്കുള്ളൂ. അതിൻ്റെ താഴെ പറയുന്നുണ്ട് അവർ ചെയ്യുന്ന പാപം എന്താണെന്ന്. 3 കാര്യങ്ങളാണ് ചെയ്യുന്നതല്ലേ? ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടോ? സ്തോത്രം. ഇത് ആര് ചെയ്യുന്ന കാര്യമാ? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്നവർ. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത, വെറും സഭാംഗമായിട്ട് മാത്രം കുറെ നാൾ ഇങ്ങനെ കല്യാണം കഴിക്കാനും ജോലി കിട്ടാനും കൂടി നടന്ന ആളിനെ കുറിച്ചല്ല പറയുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവരെ കുറിച്ചാണ്. സ്തോത്രം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവരെ കുറിച്ചാണ്. അവർ മനഃപൂർവ്വം, നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയുന്നു. അതാണ് നമ്മൾ അവിടെ വായിച്ചത്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. സ്തോത്രം. ഇപ്പം എനിക്ക് കർത്താവ് തന്ന മക്കളോട് പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പപ്പ ഒരു കാര്യം പറയുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ആയിരിക്കും ശരി, നിങ്ങൾക്കത് ശരിയെന്ന് തോന്നും. പക്ഷേ നിങ്ങളുടെ പപ്പ നിങ്ങളോട് പറയുക, മോനെ, ഇനി നീ മിണ്ടരുത്.
നീ നിന്റെ പപ്പായെ മാനിക്കുന്നെങ്കിൽ അപ്പോൾ വായടയ്ക്കും. പപ്പ പറഞ്ഞത് ശരിയായതുകൊണ്ടല്ല. ചിലപ്പോൾ പപ്പ അവിടെ തെറ്റായിരിക്കും. മാനുഷിക നിലയിൽ പപ്പ തെറ്റായിരിക്കും അവിടെ. അല്ലെങ്കിൽ നീ മറ്റൊരാളുമായിട്ട് തർക്കിക്കുന്നു, വാദിക്കുന്നു, വഴക്കുണ്ടാകുന്നു. ആ സമയത്താണ് പപ്പ വന്നിട്ട് പറയുന്നത്, മോനെ സ്റ്റോപ്പ്, നമുക്ക് മിണ്ടണ്ട. നീ മിണ്ടാതിരിക്കുന്നെങ്കിൽ നീ എന്താ ചെയ്യുന്നത്? പപ്പായെ അനുസരിക്കുന്നു. അനുസരിച്ചതുകൊണ്ട് പപ്പായെ മാനിക്കുക അവിടെ ചെയ്യുന്നത്. ഓണറിങ്. കുഞ്ഞുങ്ങളോട്, മക്കളോട് എഫേസ്യർ 6:1 പറയുന്നത്, മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. എന്നിട്ട് ആദ്യത്തെ വാഗ്ദത്വത്തോടു കൂടിയ കൽപ്പന എന്തുവാ? നിനക്ക് ജീവനുണ്ടാകുവാനും അല്ലേ? അതന്നെ. നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കണ്ടോ? ബഹുമാനിക്കുക. എങ്ങനെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നത്? ഇങ്ങനെയാ. സ്തോത്രം. അപരൻ തെറ്റായിരിക്കുമ്പോൾ പോലും അപ്പനും അമ്മയും മക്കളോട് പറയുക, മതി, നിർത്ത്. അപ്പനെ ബഹുമാനിച്ചുകൊണ്ട് മകൻ ആ സമയത്ത് അപ്പൻ പറയുന്നത് അനുസരിച്ചാൽ അപ്പൻ അവിടെ ബഹുമാനമാണ്. അപ്പനോ അമ്മയോ എക്സർവായി. ചിലപ്പോൾ നമ്മുടെ ടീച്ചറായിരിക്കും, ചിലപ്പം നമ്മുടെ പാസ്റ്റർ ആയിരിക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക, മോനെ, പാപമാണ്, അതിലേക്ക് പോകരുത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ കേൾക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടം നിവർത്തിക്കുമ്പോൾ എന്താ നമ്മൾ അവിടെ ചെയ്യുന്നത്? കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നു. ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നു. നമ്മെ ശുദ്ധീകരിച്ച യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്തെ, പുതിയ നിയമത്തിൻ രക്തം എന്ന് പറഞ്ഞ ഒഴുക്കിയ ആ രക്തത്തെ, അതാണ് നിയമരക്തം എന്ന് പറയുന്നത്, നിയമരക്തത്തെ മലിനമാക്കുന്നു. ഇത് മനഃപൂർവം ചെയ്തതാ, അറിയാതെ സംഭവിച്ചതല്ല. അതുകൊണ്ട് അവർക്ക് ഒരു മടങ്ങിവരവോ അതിനുവേണ്ടി ഒരു യാഗമോ ഇനി ശേഷിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അപ്പോസ്റ്റസി. ദൈവനിഷേധം, ക്രിസ്തു നിഷേധം, പരിശുദ്ധാത്മ നിഷേധം, പഥ്യോപദേശ നിഷേധം. റിജക്റ്റിംഗ് ഗാഡ്, ക്രൈസ്റ്റ്, the Holy Spirit and the sound doctrine. Falling away from the truth. സത്യത്തിൽ നിന്ന് വീണു പോവുക. സത്യത്തിൽ നിന്ന് വീണു പോവുക. അവരെ മടക്കി വരുത്താൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള വിശ്വാസത്യാഗികളല്ലാത്ത എല്ലാ പിന്മാറ്റക്കാരും മടങ്ങി വരുമെന്നല്ല. എന്നാൽ അവർക്ക് മടങ്ങി വരാം. അങ്ങനെയുള്ളവർക്ക് മടങ്ങിവരവ് ഉണ്ട് എന്നാണ്. ഈ വിഷയത്തിൽ ഒരു വാക്യവും കൂടെ നമുക്ക് നോക്കാം. ഇന്നലെ നോക്കേണ്ടതായിരുന്നു, എന്നാൽ അതിനോട് ചേർത്ത് നമുക്കിന്ന് നോക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 20 മുതൽ 2 Peter 2:20 following. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ
ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. സ്തോത്രം. പിന്നെ പിന്മാറ്റക്കാർക്ക് കൊടുത്തിട്ടുള്ള 2 പേര് താഴെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള പഴഞ്ചൊല്ല്. അപ്പം ഈ 2 പേരിലാണ് പിന്മാറ്റക്കാർ അറിയപ്പെടുന്നത്. നായ, പന്നി. ഇപ്പോൾ കണ്ടോ, 20-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞത് ആരാ പിന്മാറിപ്പോയത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവരാണ്. ഡ്യൂപ്ലിക്കേറ്റ് മാനസാന്തരക്കാരായിരുന്നില്ല അവർ. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ട് ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം, അതിൻ്റെ വഷളത്വം വിട്ടോടിയവരാ. പക്ഷേ വീണ്ടും തോറ്റ് അതിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. ഇത് പ്രായോഗിക ജീവിതത്തിലെ അശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്, പിന്മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരും ചിലരെന്ത് ചെയ്യത്തില്ല? മടങ്ങി വരില്ല. അങ്ങനെയുള്ളവർക്ക് പക്ഷെ മടങ്ങി വരാം. ഇത് രണ്ടും വളരെ തീവ്രമായ പിന്മാറ്റാവസ്ഥകളാണ്. വളരെ തീവ്രമായ പിന്മാറ്റാവസ്ഥകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 2 എണ്ണം. വിശ്വാസത്യാഗം, 2 ജഡീക സുഖങ്ങളെ ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലായ്മ കൊണ്ട് പണ്ട് വിട്ടുകളഞ്ഞ അശുദ്ധികളിൽ വീണ്ടും കുടുങ്ങിപ്പോവുക. അത് പലതരം അശുദ്ധികളാകാം. ലോകത്തിന് മുമ്പിൽ വളരെ മാന്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടേക്കാം. ഉദാഹരണത്തിന് ചില സ്ഥാനമാനങ്ങൾ. ഇപ്പോൾ ഒരാൾ മദ്യപാനത്തിലോ വെറിക്കൂത്തിലോ വ്യഭിചാരത്തിലോ ഒക്കെ അകപ്പെട്ടാൽ അത് അല്പം ലജ്ജാകരമായ കാര്യം തന്നെയാണ്. സാമൂഹിക ലോകത്ത് പോലും അത് ലജ്ജാകരമാണ്. എന്നാൽ അങ്ങനെയൊന്നുമുള്ള മ്ലേച്ഛതകളിലേക്ക് പോകാതെ ദ്രവ്യാഗ്രഹം മൂത്ത് സ്ഥാനമാനങ്ങളുടെ മോഹം കൊണ്ട് സത്യത്തെ വിട്ടുപോകുന്ന, സമൂഹത്തിൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന പലരുമുണ്ട്. അതൊക്കെ സമൂഹത്തിൽ മാന്യമായ കാര്യങ്ങളാണ്, ദൈവസന്നിധിയിലല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ലോകത്തിലേക്ക്, അതിൻ്റെ സുഖങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന വ്യക്തികൾ, ഇത് രണ്ടും പിന്മാറ്റത്തിൻ്റെ തീവ്രമായ അവസ്ഥകളാണ്. ഇതിന് രണ്ടിനും ഇടയിൽ മറ്റൊരു പിന്മാറ്റക്കാരുണ്ട്. Instead of progressing in faith, they are regressing in godliness. ഭക്തിയിലും വിശ്വാസത്തിലും പുരോഗമിക്കേണ്ടതിന് പകരം, വളരേണ്ടതിന് പകരം, വളർച്ചയില്ലാതിരിക്കുന്ന തളർന്നുപോയവർ, പുറകോട്ടിറങ്ങുന്നവർ, മുൻപോട്ട് പോകേണ്ടതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് പ്രോഗ്രസിങ്, സം പീപ്പിൾ ആർ റിഗ്രസിങ്.
ഇൻസ്റ്റെഡ് ഓഫ് ഫോർ ഫുട്സ് പീപ്പിൾ ആർ ബാക്ക് ഫുട്സ്. മുമ്പോട്ട് ചുവട് വയ്ക്കുന്നതിന് പകരം പിറകോട്ട് വയ്ക്കുന്നവർ, റിവേഴ്സ് ഗിയറിൽ ക്രിസ്തീയ ജീവിതത്തിൽ സഞ്ചരിക്കുന്നവർ, അവരും പിന്മാറ്റക്കാരാണ്. പക്ഷേ അവര് ദുരുപദേശത്തിലേക്കും പോയിട്ടില്ല, ജീവിത വീഴ്ചകളും സംഭവിച്ചിട്ടില്ല. അശുദ്ധമായ പാപ ജീവിതത്തിലേക്കും അവര് പോയിട്ടില്ല, ദുരുപദേശങ്ങളിലേക്കും പോയിട്ടില്ല. ഇപ്പോഴും അവർ എവിടെ തന്നെ ഉണ്ട്? സഭയിലുണ്ട്. പക്ഷേ എന്തില്ലെന്നാ പറയുന്നത്? വളർച്ചയില്ല. മാത്രമല്ല, കർത്താവിനോടുള്ള ആ ഒരു സ്നേഹമോ ആ ഒരു താല്പര്യമോ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പോഴും അവരെന്ത് ചെയ്യുന്നുണ്ട്? ചർച്ചിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതെല്ലാം ഉണ്ട്. പാട്ട് പാടും, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പ്രവചിക്കും, പ്രസംഗിക്കും, ബൈബിൾ വായിക്കും, സുവിശേഷം അറിയിക്കാൻ പോലും അവർ പോകും. സ്തോത്രം. ഞാൻ അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. പിന്മാറ്റാവസ്ഥയിലാണ്, അശുദ്ധിയിൽ ജീവിക്കുന്നവരാണ്, എന്നാലും സുവിശേഷം പറയും. അങ്ങനെയുള്ളവരും ഉണ്ട്. സ്തോത്രം. നമുക്കതിന് നല്ല ഉദാഹരണം എഫേസോസിലെ സഭയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഓർമ്മ കാണും. വെളിപ്പാട് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക എന്നും പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ദൂത് പറയുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 9 ഗുണങ്ങളാണ് ആ സഭയെക്കുറിച്ച് കർത്താവിന് പറയാനുള്ളത്. യോഹന്നാൻ അല്ല പറയുന്നത്, യേശു ക്രിസ്തു ആ സഭയെ കുറിച്ച് 9 ഗുണങ്ങളുണ്ട്. പ്രവർത്തിക്കുന്നു, കള്ള അപ്പോസ്തലന്മാരെ പരീക്ഷിച്ച് കള്ളന്മാരാണെന്ന് തിരിച്ചറിയുന്നു എന്ന് വേണ്ട 9 ഗുണങ്ങളുണ്ട്. എല്ലാം പറഞ്ഞിട്ടാണ് 8 പറഞ്ഞിട്ട്, ഒടുവിലത്തേത് പിന്നീടാണ് പറയുന്നത്. 8 പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ആദ്യ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല. കണ്ടോ, ആദ്യ സ്നേഹം കർത്താവിനോട് അവർക്ക് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ബാക്കി 9 കാര്യങ്ങളിൽ അവർ സജീവമാണ്. ഇങ്ങനെയുള്ള എത്രയോ പിന്മാറ്റക്കാർ നമ്മുടെ സഭയിലുണ്ട്. നമ്മുടെ പാസ്റ്റേഴ്സും പ്രസംഗകരും തന്നെ എത്രയോ പേർ ഈ പിന്മാറ്റാവസ്ഥയിലാണ്. സ്റ്റീരിയോ ടൈപ്പായിട്ട് കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോകുന്നു. ഇപ്പം ഒരു പ്രസംഗം നടത്തണമെന്ന് എന്നോട് പറയുക, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു ഉപദേശിയോട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അയ്യോ എൻ്റെ ബൈബിളില്ലല്ലോ എന്നൊന്നും പറയത്തില്ല, പ്രസംഗിക്കും. ഇനി വേണമെങ്കിൽ 2 മണിക്കൂറൊക്കെ വേണമെങ്കിലും നിന്ന് പ്രസംഗിക്കും. അതൊരു പ്രശ്നമല്ല.
നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കർത്താവിനോട് വലിയ ആഴത്തിലെ ബന്ധമൊന്നും വേണമെന്നില്ല. ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധം ഇല്ലെന്നൊന്നും കേൾവിക്കാർക്കൊട്ട് തോന്നുകയുമില്ല. അതാണല്ലോ വിജയം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നഷ്ടമായിരിക്കുന്നത് കൊണ്ട് ദൈവാത്മാവിൻ്റെ വിവേചനം നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ആര് എങ്ങനെയുള്ള ആളാണെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. കബളിപ്പീര് ശരിയായിട്ട് നടക്കുന്നു. Because the churches have lost the presence of God, we now lack the discernment of the Spirit of God. Since we lack the Spirit's discernment or the discerning Spirit of God, people, especially preachers, are performers and they are not at all discerned. നമുക്കിന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ നഷ്ടമാണ്. തിരിച്ചറിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ കാണും. What I understand from the word and by the Spirit of God, this is the utmost loss the church is enduring today. ഇന്നത്തെ സഭകളുടെ ഏറ്റവും വലിയ നഷ്ടം ദൈവ സാന്നിധ്യത്തിൻ്റെ നഷ്ടമാണ്. അതുകൊണ്ട്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഇല്ലാത്തതുകൊണ്ട് വിവേചനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. ആകയാൽ കപടന്മാർക്ക് മേയുവാൻ നമ്മുടെ സഭകൾ നല്ല മേച്ചിൽപ്പുറങ്ങളാണ്. അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ: ബ്രിങ്ങിങ് ബാക്ക് ദ ലോസ് പ്രസൻസ് ഓഫ് ഗാഡ്. നമുക്കിന്ന് നഷ്ടമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ സഭയിലേക്ക് മടക്കി വരുത്തുക. മടക്കി വരുത്താൻ നമുക്കൊരു കാര്യമേ ചെയ്യാൻ പറ്റൂ. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗാഡ്. If we are ready to go back to the word of God, God is ready to come back to the church of God. ദൈവസഭ വചനത്തിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായാൽ ദൈവം ദൈവസഭയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ ഇടയിൽ കപടന്മാരെ പരിശുദ്ധാത്മാവ് വിവേചിക്കും. ജനത്തിന് ഭയമുണ്ടാകും. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ആദ്യത്തെ വർഷം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ആത്മീയ വിഷയങ്ങളോടുള്ള ആ ഒരു എരിവ് അങ്ങ് നഷ്ടപ്പെട്ടു. എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല. ബൈബിൾ തുറന്നു വെച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഒരു വരി പോലും, ഒരു വാക്യം പോയിട്ട് ഒരു സെന്റൻസ്, ഒരു ലൈൻ പോലും വായിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ബൈബിൾ തുറന്നു വെച്ച് അതിൽ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും, വായിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കിയിരിക്കും, പക്ഷേ എനിക്കൊന്നും പറയാൻ, കർത്താവിനോടൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ, വാ തുറന്ന് സ്തോത്രം സ്തോത്രം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റില്ല. ചിലപ്പോൾ ഞാൻ അവിടെ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആറ്റിരിപ്പിരുന്നിരിക്കും.
ഭയങ്കരമായ വരൾച്ച, എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കാത്ത ഒരു ഡ്രൈനസ്, വരൾച്ച. വേറെ ആർക്കും ഇതറിയത്തില്ല. എൻ്റെ കൂടെ 5 സഹോദരന്മാർ താമസമുണ്ട്. എൻ്റെ റൂമിൽ 5 പേര് താമസമുണ്ട്. ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽ ഞാൻ വളരെ നല്ല ആത്മീയനാണ്. ആ 5 പേരെക്കാളും ഞാനാണ് ആത്മീയൻ അവരുടെ ദൃഷ്ടിയിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഡിസംബർ മാസം 31-ാം തീയതി, ഞാനിത് പറയുന്നത് 1988, 1988 ഡിസംബർ 31-ാം തീയതി രാത്രി ഞങ്ങള് ചർച്ചില് പെർമനൻ്റായിട്ട് എങ്ങും പോകാറില്ലായിരുന്നു. അന്ന് പലയിടത്ത് മാറി മാറിപ്പോവും. അങ്ങനെ അന്ന് ഞങ്ങൾ പോയ ചർച്ചിൽ വാച്ച് നൈറ്റ് സർവീസിന് അവിടുത്തെ ദൈവദാസൻ വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പ്രവചിച്ചു പറഞ്ഞു എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച്. എനിക്ക് അന്നേരവും കരയണമെന്നുണ്ട്, പക്ഷെ കരച്ചിൽ വരുന്നില്ല. കരയണമെന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ബോധ്യമുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്ന് പൊട്ടാൻ, കരയാൻ, ഒന്ന് അനുതപിക്കാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരാൻ എനിക്ക് പറ്റുന്നില്ല. ഫീലിംഗ് സഫോക്കേറ്റഡ്, ഭയങ്കര വീർപ്പുമുട്ടൽ എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഞാൻ പ്രത്യേകിച്ച് വേറെ പാപങ്ങളിലൊന്നും അകപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷേ സിൻസ് ഓഫ് ഒമിഷൻസ്, എനിക്ക് കർത്താവിനോട് ഉണ്ടാകേണ്ട സ്നേഹം, ആ ഒരു തീഷ്ണത, ആ ഒരു ഊഷ്മളത ഒക്കെ നഷ്ടപ്പെട്ടു പോയി. എനിക്ക്, നിങ്ങൾക്കറിയാം, ഞാൻ വിവാഹിതനാണ്, കുടുംബമുണ്ട്. എൻ്റെ ഭാര്യയോട് എനിക്ക് തോന്നേണ്ട സ്നേഹവും കരുതലും ഊഷ്മളതയും എനിക്ക് തോന്നുന്നില്ലെങ്കിൽ കുടുംബജീവിതം വളരെ പ്രയാസകരമാണ്. എനിക്ക് മറ്റ് ബന്ധങ്ങളൊന്നും വേണമെന്നില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും തോന്നേണ്ട ആ ഒരു ഹൃദയത്തിൻ്റെ അടുപ്പം ഇല്ല. പരദൈവങ്ങളെ സേവിക്കണമെന്നില്ല, പഥ്യോപദേശം തള്ളിക്കളയണമെന്നില്ല, പാപജീവിതത്തിലേക്ക് വഴുതി വീഴണമെന്നുമില്ല ഒരുവൻ പിന്മാറ്റക്കാരനാകാൻ. പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടാൽ മതി. തീഷ്ണത, എരിവ്, ഇവയെല്ലാം നഷ്ടപ്പെട്ടാൽ മതി. സ്തോത്രം. സ്നേഹിക്കുന്നതിലെ പിന്മാറ്റം, ബാക്ക് സ്ലൈഡിങ് ഇൻ ലവ് ഓഫ് ഗാഡ്. പ്രാർത്ഥിക്കുന്നതിലെ പിന്മാറ്റം, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതിലെ പിന്മാറ്റം, സുവിശേഷം അറിയിക്കുന്നതിലെ പിന്മാറ്റം, ഇങ്ങനെയൊക്കെയുള്ള പിന്മാറ്റങ്ങൾ നമ്മിൽ പലരിലുമുണ്ട്. വളർച്ചയില്ലാത്ത അവസ്ഥകൾ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മാറ്റം ഉണ്ടാവണം. മടങ്ങി വരുവാൻ സാധിക്കുമോ? സാധിക്കും. സ്തോത്രം. കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന മ്ലേച്ഛതകളിൽ അകപ്പെട്ടു പോയവരെ പോലും
മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അപ്പോസ്തലൻ ഉപദേശിച്ചത്. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ടു, അതുപോലെ ഗലാത്യ ലേഖനത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ, പിന്മാറ്റക്കാർക്ക്, അങ്ങനെയുള്ളവർക്കൊരു മടങ്ങിവരവ് സാധ്യമാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നാം അവരെ ഒറ്റപ്പെടുത്തി ഇല്ലായ്മ ചെയ്യരുത്. പേരന്റിങ്ങിൽ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിഷയത്തിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, മക്കൾ അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് മക്കളോട് വഴക്ക് പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തരുത്. അവരുടെ ഭാഗത്ത് പൂർണ്ണമായും തെറ്റുള്ളപ്പോഴും അപ്പൻ വഴക്ക് പറയുകയാണെങ്കിൽ അപ്പൻ മാത്രം വഴക്ക് പറയട്ടെ. അമ്മ അവൻ്റെ തെറ്റിന് കൂട്ടു നിൽക്കുകയല്ല, പക്ഷേ അവനെ ചേർത്ത് നിർത്തണം. അല്ല, ഇനി അമ്മയാണ് അവനെ അടിക്കുന്നതെങ്കിൽ അപ്പൻ അവനെ ചേർത്ത് നിർത്തണം. രണ്ടുപേരും കൂടെ അവനോട് എതിർത്താൽ ഒരുപക്ഷെ കുഞ്ഞ് കൈവിട്ടു പോകാം. അവൻ്റെ തെറ്റിന് കൂട്ടു നിൽക്കുകയല്ല കേട്ടോ. പപ്പ അടിച്ചോ, മോൻ ചെയ്തത് ശരിയാന്ന് അമ്മ പറയല്ല ചെയ്യുന്നത്. അപ്പൻ അടിക്കുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ അമ്മ അവന് ഒരു പ്രവേശനം കൊടുക്കണം, നേരെ തിരിച്ചു. ഇതുപോലെ, അതായത് രണ്ടുപേരും കൂടെ അവനെ തള്ളിക്കളയരുത്. ഇതുപോലെ ഇങ്ങനെ പിന്മാറിപ്പോയ ഒരുത്തനെ സഭയിലെ എല്ലാവരും കൂടെ അവനെ തള്ളിക്കളയരുത്. ഒരാളെങ്കിലും അവനെ ചേർത്ത് നിർത്തി ദൈവസ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയണം. അതിന് നാം പ്രാർത്ഥിക്കുക, അവനെ ഉപദേശിക്കുക, അവനെ സ്നേഹിക്കുക. അവൻ്റെ തെറ്റിൽ കൂട്ടുനിൽക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം, ഇങ്ങനെ പിന്മാറ്റക്കാരനോ വിശ്വാസത്യാഗിയോ ആയ ഒരാൾ മടങ്ങി വന്നാൽ രണ്ടാമതും സ്നാനപ്പെടുത്തണോ എന്നാണ്. ചില സഭകൾ പിന്മാറ്റക്കാരെ സ്നാനപ്പെടുത്തി സ്വീകരിക്കാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സംഘടനയുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. എൻ്റെ വ്യക്തിപരമായ നിലപാട്, വേദപുസ്തകം ഈ വിഷയത്തിൽ നമ്മളോടൊന്നും പറയുന്നില്ല. എൻ്റെ വ്യക്തിപരമായ നിലപാട്, ആദ്യത്തെ സ്നാനം, പിന്മാറുന്നതിന് മുമ്പ് ആൾ എടുത്ത സ്നാനം ശരിയായിരുന്നു എങ്കിൽ ആൾ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് ശരിയായി സ്നാനപ്പെടുത്തുവാൻ വേദപുസ്തകം അനുവദിക്കുന്ന ഒരാളിൽ നിന്നാണ് സ്നാനമേറ്റതെങ്കിൽ രണ്ടാമത് ആളിനെ മടങ്ങി വരുമ്പോൾ സ്നാനപ്പെടുത്തേണ്ടതില്ല. എന്നാൽ ആദ്യത്തെ സ്നാനം വേദപുസ്തക പ്രകാരം ശരിയല്ലായിരുന്നു എങ്കിൽ സ്നാനപ്പെടുത്തണം. അതായത് ആദ്യത്തെ സ്നാനം മാനസാന്തരപ്പെടുന്നതിന് മുമ്പായിരുന്നു, വേറെന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അങ്ങ് മുങ്ങി, ഇത്രേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ സഭയിൽ തന്നെ ആയിരിക്കും മുങ്ങിയത്, പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടോ കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മുടെയൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി മുങ്ങാറുണ്ടല്ലോ. കല്യാണം കഴിക്കാൻ വേണ്ടി മുങ്ങുന്നവരുണ്ട്. നമ്മുടെയൊക്കെ സഭകളിലെ പല യൗവനക്കാരും കുഞ്ഞുങ്ങളും എടാ ഞാനൊന്ന് സ്നാനപ്പെടാൻ തീരുമാനിക്കാൻ പോകട്ടോ, നീയോ? എടാ നീ പോന്നോ, എന്നാൽ ഞാനും പറയാം എന്നും പറഞ്ഞ് തീരുമാനിക്കുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേരെ. ഞാൻ ചിലയിടത്തൊക്കെ സ്നാനപ്പെടുത്താൻ ചെന്ന സമയത്ത് കൂട്ടുകാർ, കുറച്ച് പിള്ളേർ സെറ്റുണ്ട് ചർച്ചിൽ, എടാ ഒടുവിൽ സ്നാനപ്പെടുന്ന സമയത്ത് വന്നപ്പോൾ എന്നാൽ പിന്നെ ഞാനും പെടുവാന്ന് പറഞ്ഞു വന്നു.
ഞാൻ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ സ്നാനപ്പെടുന്നവരുണ്ട്. ചിലപ്പോൾ ഈ സ്നാനപ്പെടാൻ പാസ്റ്റർമാരെ വെറുതെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് പിള്ളേരെ, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ സ്നാനപ്പെട്ടത് അല്ലെ സ്നാനപ്പെടുത്തിയത് ഒരു ദുരുപദേശകനോ വല്ലതുമാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ശരിയായിട്ടുള്ള മാനസാന്തരം ഉണ്ടായ ശേഷം ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ശേഷം രണ്ടാമത് പെടുത്തുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഉള്ളത് പെടുത്തണം എന്നില്ല. അതുപോലെ പാസ്റ്ററെ, എൻ്റെ ചെറുപ്പത്തിൽ ലോക്കൽ സഭയിൽ പണ്ടൊരാള് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ഈ സഭയിൽ വന്നു. അന്നേരം വീണ്ടും പെടുത്തണമെന്നും പറഞ്ഞ് അതിനെപ്പറ്റി സഭയിൽ ഒരു ഭിന്നതയുണ്ടായി. അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് ഞാനിപ്പോ ശരിയായിട്ട് ഓർക്കുന്നുമില്ല. അത് ദുരുപദേശമാണ്. യേശുവിൻ്റെ നാമത്തിൽ മാത്രമുള്ള സ്നാനം, തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള സ്നാനങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ശിശുസ്നാനമായാലും തളിച്ച സ്നാനമായാലും മുതിർന്ന സ്നാനമായാലും കൊടിക്കീഴിലേതായാലും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമായാലും അതൊന്നും വേദപുസ്തകാടിസ്ഥാനത്തിലുള്ളതല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ളവരെ തീർച്ചയായും രണ്ടാമത് വേദപുസ്തകം പറയുന്നത് പോലെ സ്നാനപ്പെടുത്തി സഭയിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം വന്നത് എബ്രായർ 12:17 ഏശാവിൻ്റേത് പിന്മാറ്റമായിരുന്നുവോ അതോ വിശ്വാസത്യാഗമായിരുന്നുവോ എന്നാണ്. അവിടെ അതിനെ നമുക്ക് ഇത് രണ്ടുമായിട്ട് കാണേണ്ടതില്ല. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ കൈപ്പോടെ കരഞ്ഞു എങ്കിലും മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന്. അവിടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഈ രണ്ടിലും പെടുത്തണ്ട എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പകരം അവൻ്റെ നിഷേധാത്മകമായ നിരുത്തരവാദിത്വപരമായ തിരുത്താൻ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള തെറ്റാണ് അവൻ ചെയ്തത്. തിരുത്താൻ ഒക്കാത്ത തരത്തിലെ തെറ്റ്. അതുകൊണ്ട് അപ്പനോട് ചോദിക്കുന്നത്, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ, നിന്റെ പക്കൽ ഒറ്റ ഒരു അനുഗ്രഹം ഉള്ളോ? അപ്പനെ ആഗ്രഹിച്ചിട്ടും അവന് ആ നിലയിൽ ഒരു അനുഗ്രഹം കൊടുക്കാനോ യാക്കോബിന് കൊടുത്തത് തിരിച്ചെടുക്കാനോ സാധിച്ചില്ല. അതിൻ്റെ കൂടുതൽ വിശദീകരണം നമ്മൾ കർത്താവിന് ചോദിച്ചാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ അവൻ കരഞ്ഞു, പക്ഷേ അവൻ്റെ തെറ്റ് ഇറിവേഴ്സിബിൾ ആയിരുന്നു. പരിഹരിക്കാൻ ഒക്കാത്ത തരത്തിലെ തെറ്റായിരുന്നു. ഒരു സോറി പറഞ്ഞതുകൊണ്ട്, ക്ഷമിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട്, അനുതപിച്ചതുകൊണ്ട് തിരുത്താൻ കഴിയാത്ത തെറ്റ്. അതാണ് അവൻ അവിടെ ചെയ്തത്. അതുകൊണ്ട് അതിൽ നിന്നും അവന് ഒരു തിരിച്ചുവരവുണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെയല്ലേ പാസ്റ്ററെ, 1 തിമോത്തി 1:19-20 പറയുന്ന രണ്ടുപേരും? അതെ, ഇന്നലെ അതിൽ ഒരാളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അലക്സാണ്ടർ ആൻഡ് ഹൈമനസ്. അതെ, മനഃപൂർവമായി അവരെതിർത്ത് നിന്ന് ദൈവപ്രവർത്തികളോട് മത്സരബുദ്ധിയുള്ളവരായിട്ട് മാറിയതാണ്. പഴയ നിയമത്തിലെ ശൗല്
ആ വകുപ്പിൽപ്പെടുന്നതാ. ശൗലും ശലോമോനും പുതുനിയമത്തിൽ പലയാവർത്തി ദൈവം പറഞ്ഞിട്ടും കർത്താവ് പറഞ്ഞിട്ടും ഒട്ടും വില കൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ മുൻപോട്ട് പോയി നശിച്ചുപോയ യൂദാ ഇസ്കറിയോത്താവും ഒക്കെ ആ വകുപ്പിൽപ്പെടുന്നവരാ. അതേസമയം ദാവീദ് പാപം ചെയ്തെങ്കിലും മടങ്ങി വന്നു. അതാണ് ഒടുവിലായി നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. ഏതെങ്കിലുമൊക്കെ നിലകളിൽ ഒരുപക്ഷെ പാപത്തിൽ അകപ്പെടുക സ്വാഭാവികമാണ്. കാരണം നമ്മൾ പാപലോകത്തിലും പാപജഡത്തിലും വസിക്കുന്നു. എന്നാൽ ഒരിക്കലും പാപത്തിൽ തുടരുവാൻ പാടില്ല. പാപത്തിൽ തുടരുകയില്ല. ദാവീദ് ഘോരമായ പാപമാണ് ചെയ്തത്. ആവർത്തിച്ച് 10-ാം കൽപ്പനയും 7-ാം കൽപ്പനയും 6-ാം കൽപ്പനയും ഒന്നിനു പുറകെ ഒന്നായി ലംഘിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ദൈവാത്മാവ് അവന് പാപബോധം വരുത്തിക്കഴിഞ്ഞിട്ട് അവൻ മാനസാന്തരപ്പെട്ടു, അനുതപിച്ചു. പിന്നീട് ആ പാപങ്ങളിൽ അവൻ അകപ്പെട്ടില്ല. ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ഇത്രയും മ്ലേച്ഛകരമായ പാപം ചെയ്ത ദാവീദിനെ കുറിച്ച് ബൈബിള് ഭയങ്കര ഉയർന്ന നിലയിൽ സംസാരിക്കുന്നല്ലോ. അതെ, ഇതാണ് കാരണം. അവൻ അങ്ങനെ സംഭവിച്ചു പോയി, പക്ഷെ അനുതപിച്ചു മടങ്ങി വന്നു. രണ്ടാമത് അവൻ ആ പാപങ്ങൾ ആവർത്തിച്ചില്ല. ശിംശോൻ പാപത്തിൽ വീണു. പരിണിത ഫലം അവനും ഇസ്രായേലും അനുഭവിച്ചു. പക്ഷെ അവനും അനുതപിച്ചുകൊണ്ട് മടങ്ങി വന്നു. അതുകൊണ്ട് നമുക്ക് അവനെ എവിടെ കാണാം? വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ കാണാം. എബ്രായർ 11-ാമത്തെ അധ്യായത്തിൽ. പിന്നീട് അവന് ജീവിച്ചിരിക്കാൻ പറ്റിയില്ല. അവനത് തന്നെ ചോദിച്ചത്, ഞാനും ഈ ഫലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്നും പറഞ്ഞു. ഒരിക്കൽ കൂടെ നിന്റെ ശക്തി എനിക്ക് തരണേ. ദൈവം അവനോട് ക്ഷമിച്ചു, അവന് ശക്തി തിരികെ കൊടുത്തു. അവൻ്റെ ജീവകാലത്ത് ഒടുക്കിയതിനേക്കാൾ കൂടുതൽ ശത്രുക്കളെ ഒടുക്കുവാൻ മരണസമയത്ത് അവന് സാധിച്ചു. പത്രോസ് പിന്മാറിപ്പോയതാ, പക്ഷേ മടങ്ങി വന്നു. തോമസ് അവിശ്വസിച്ചു, പക്ഷേ കർത്താവ് അവനെ തേടിയും ചെന്നു. തോമസ് ഏതാ, നീ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലെ ആണിപ്പാടിൽ നിനക്ക് വിരലിടണമെന്ന്, എന്നാ എൻ്റെ വിലാപ്പുറത്ത് നിനക്ക് കൈയിടണമെന്ന്, ഇട്ടോ. അവൻ്റെ കൈയും വിരലും ഒന്നും ഇട്ടില്ല, പക്ഷേ അവൻ മടങ്ങി വന്നു. അപ്പോൾ പാപത്തിൽ തുടരാതിരിക്കുക. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരുവനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം അവനിൽ വസിക്കുന്നത് കൊണ്ട് പാപത്തിൽ അങ്ങനെ തുടരാൻ പറ്റില്ല. പക്ഷേ മറുഭാഗത്ത് നമ്മൾ കണ്ടു, മനഃപൂർവ്വം ദൈവാത്മാവിനെ നിഷേധിച്ച് വചനത്തെ അതിനോട് മത്സരിച്ച് പാപത്തിൽ തുടരാനും ജഡിക സുഖങ്ങൾ ആസ്വദിക്കുവാനും സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു മടങ്ങിവരവ് ഉണ്ടാവുകയില്ല. അവരെക്കുറിച്ചാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും. മനഃപൂർവം വിശ്വാസം ത്യജിച്ച് പാപത്തിൽ തുടരുകയാണെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കും. അത് മരണകരമായ പാപമാണ്. അങ്ങനെയുള്ള പാപങ്ങളിൽ ആരും അകപ്പെടാതിരിക്കട്ടെ. നമുക്ക് നിരന്തരം വി നീഡ് ടു പ്രോഗ്രസ് ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്.
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരേണ്ടതുണ്ട്. വളരുന്നില്ലെങ്കിൽ അതും പാപമാണെന്ന് എബ്രായർ 5:11 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രായത്തിനൊത്ത വളർച്ചയും ഭക്ഷണത്തിനൊത്ത പുഷ്ടിയുമുള്ളവരായി നമുക്ക് മുൻപോട്ട് ജീവിക്കേണ്ടതുണ്ട്. സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി എന്ന് വിചാരിച്ച് അത് മായിച്ച് കളയത്തില്ലെന്ന് ആരും കരുതരുത്. എക്സോഡസ് 32 and 33, പുറപ്പാട് പുസ്തകം 32-ന്റെ 32-ഉം 33-ഉം 32-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുന്നു. ആനി സിസ്റ്റർ വായിച്ചോളൂ പ്ലീസ്. But now, if you will forgive their sin, but if not, please blot me out of your book that you have written. But the Lord said to Moses, whoever has sinned against me, I will blot out of my book. മോശ ദൈവത്തോട് പറഞ്ഞു, ഇസ്രായേലിന്റെ പാപം ക്ഷമിക്കണമേ, ഇല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന്, അതായത് ജീവപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. 33-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, നിന്റെ പേരെന്തിനാ ഞാൻ മായ്ക്കുന്നത്? എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ മായ്ച്ചു കളയും. സ്തോത്രം. അതുതന്നെയാണ് നാം സർദീസ് സഭയോട് ക്രിസ്തു പറയുന്നതായിട്ടും പഠിച്ചിട്ടുള്ളത്. വെളിപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽക്കുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 4-ഉം 5-ഉം വാക്യങ്ങളിൽ അവിടെ നാം കാണുന്നത്, ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിനക്കവിടെ ഉണ്ട്. അതായത് ചിലരുടെയൊക്കെ ഉടുപ്പ് മലിനമായി. ഉടുപ്പെന്ന് പറയുന്നത് ജീവിതമാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഉടുപ്പ് മലിനമാകാത്ത ചിലരവിടെയുണ്ട്. അവരെക്കുറിച്ച് പറയുന്നു, അവർ ജയാളികളാണ്, അതുകൊണ്ട് അവരുടെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയില്ല. എന്ന് വെച്ചാൽ ഉടുപ്പ് മലിനമായവരുടെ, ഉടുപ്പ് മലിനമാക്കി തുടരുന്നവരുടെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന്. യെഹെസ്കേലിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാൻ നീതിയുടെ വഴി വിട്ട് അനീതിയിലേക്ക് തിരിയുന്നെങ്കിൽ, അവൻ മടങ്ങി വരുന്നില്ലെങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലയിൽ തന്നെ ഇരിക്കും, നീ അവനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ മടങ്ങി വരുന്നില്ലെങ്കിൽ. അതുകൊണ്ട് പ്രിയരെ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി, അതുകൊണ്ട് ഇനിയും ഒരിക്കലും മായ്ച്ചു കളകയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതിരിക്കരുത്. ഏറെ ഗൗരവത്തോടുകൂടെ ഇത്ര വലിയ രക്ഷയെ നമുക്ക് ദാനമായിട്ട് തന്ന നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും പിന്മാറാതെ കർത്താവിനോട് ചേർന്നിരിപ്പാൻ, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.